നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അസ്ഥികളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? അസ്ഥിരോഗങ്ങൾക്ക് നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ത്? ഇന്ന് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ആർ റിജു ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ റിജു, ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ സീനിയർ ഓർത്തോപീഡിക് സർജൻ ആണ്. ഓക്കെ ഡോക്ടർ, അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് നാം എത്തുമ്പോൾ ആദ്യം തന്നെ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. ഡോക്ടർ, അതെ, ഇപ്പം നമുക്ക് ഓരോ പ്രായം ആകുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർക്കും ഓരോ അസുഖങ്ങളാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഒരു ചെറിയ കുട്ടിയെ നോക്കുവാണെങ്കിൽ മിക്കവാറും എൻ്റെ പേരൻസ് വരുന്നത് കാലിൽ ചെറിയൊരു വളവുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെയാണ് ആദ്യത്തെ ചെറിയ പ്രായത്തിൽ വരുന്നത്. കുറച്ചും കൂടെ ഒരു പ്രായം ചെല്ലുക, അതായത് ടീനേജ് അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ നമ്മൾ കാണുന്നത് സ്പോർട്സ് ഇഞ്ചറി, അതായത് കളിക്കുമ്പോൾ ലിഗമെന്റിന് പരിക്ക് പറ്റുക, അല്ലെങ്കിൽ ഷോൾഡർ തെന്നി പോവുക, അങ്ങനെ. അപ്പോൾ ഒരു ഡോക്ടറായ നിലയിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് ഒരു രോഗി നമ്മളോട് വരുമ്പോൾ ഇന്ന പ്രായത്തിൽ ഇന്ന അസുഖമായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് ആദ്യം ചെറിയൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടീനേജ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വർക്കിംഗ് ക്ലാസ് ആൾക്കാരായിരിക്കാം. അത് സാധാരണ തുടങ്ങുമ്പോഴത്തേക്ക് കഴുത്ത് വേദന, അതായത് ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് കഴുത്ത് വേദന, അതേപോലെ നട്ടല് വേദന, പിന്നെ ചെറിയ തോതിൽ ബ്ലഡ് യൂറിക് ആസിഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഏജിൽ കാണുന്നത്. പിന്നെ ആ ഒരു ഏജ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഏജ് ചെല്ലുമ്പോൾ, അതായത് ഒരു പ്രായമാകുന്ന ആൾക്കാർക്ക് തേയ്മാനം, അതേപോലെ ഓസ്റ്റിയോപൊറോസിസ്, ഇന്ന അസുഖങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏജ് ഗ്രൂപ്പിൽ എന്തൊക്കെ അസുഖമാണെന്ന് വരുന്നത് നമുക്കൊന്ന് അത് വെച്ച് തന്നെ ചെറിയൊരു ഐഡിയ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ, ഇപ്പോൾ ഈ അസ്ഥിരോഗങ്ങൾ പല തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവയെ നമുക്ക് വേർതിരിച്ചറിയുക? എന്തൊക്കെയാണ് ഇവയുടെ സങ്കീർണതകൾ? അതെ, നമുക്കിപ്പം അസ്ഥി വേദന അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ സാധാരണ കാണുന്നത് കുറച്ചും കൂടെ ഒരു പ്രായമുള്ള ആൾക്കാരിലാണ്. അപ്പോൾ ഒരു ആൾക്ക് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വേദന പറഞ്ഞാൽ, ചിലപ്പോൾ സാധാരണ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആ ജോലി വേദന കാരണം ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരാൾ നേരത്തെ ഒരു 2 കിലോമീറ്റർ ഒക്കെ നടക്കുമായിരിക്കും, പക്ഷെ ഇപ്പോഴയാൾക്ക് അത്രയും നടക്കാൻ പറ്റുന്നില്ല. ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ നടക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ഒരു 4-5 മണിക്കൂർ ഇരുന്ന് ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ ഇരിക്കുമ്പം തന്നെ നമുക്ക് നടുവേദന, കഴുത്തുവേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പിന്നെ ചിലപ്പോൾ ശരീരഭാഗത്ത് നട്ടലിനോ കാലിനോ ചെറിയൊരു വളവോ കൂനോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അത് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടാൽ എന്താണ് അസുഖം മനസ്സിലാക്കാം. സാധാരണ ഏജിൽ 2 തരം അസുഖങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധികളെ അല്ലെങ്കിൽ എല്ലുകളെ തേയ്മാനം. രണ്ടാമത് വരുന്നത് എല്ലുകളിലെ ബലക്ഷയം, നമ്മൾ അതിനെ ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ബോണിന്റെ സ്ട്രക്ചർ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കട്ടി ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം അങ്ങനെ വേദന വരാം. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ റുമറ്റോയിഡ്, ആമാവാദം എന്ന് പറയും, അല്ലെ യൂറിക് ആസിഡ്, അങ്ങനത്തെ രോഗങ്ങൾ കാരണമാണ്. പിന്നെ തൈറോയിഡ്, അങ്ങനെ ഷുഗർ, അങ്ങനെ ആൾക്കാർക്കും എല്ലിന് കട്ടി കുറയുന്നുണ്ട് വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന കാര്യങ്ങളുള്ള ഒരാളുണ്ടെങ്കിൽ ഇന്ന സാധ്യതയാവാൻ നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല ഡോക്ടർ, ആരോഗ്യ സംരക്ഷണം നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് രോഗങ്ങൾ വരാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിലെത്തുമ്പോൾ നമുക്ക് എങ്ങനെ അവയെ സംരക്ഷിക്കാം? അതിനുള്ള ഈ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായും നല്ലൊരു ചോദ്യം. എപ്പോഴും നമ്മൾ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പം നമ്മളൊരു അസ്ഥികളെ ആരോഗ്യം തുടങ്ങുന്നത് ഏകദേശം നമ്മളൊരു 30 വയസ്സ് വരെയൊക്കെ എല്ലിൻ്റെ ആരോഗ്യം സാധാരണ നിൽക്കും, ഒരു 30-35 വയസ്സ്. അത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അത് ക്ഷയിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ അതേ രീതിയിൽ എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും കൂടെയുള്ള അസുഖങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറയണ്ടായി ഷുഗർ, തൈറോയ്ഡ്, ഡയബറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ആക്കാന്നുള്ളത്. രണ്ടാമത് വ്യായാമം. എന്ത് അസുഖത്തിനും വ്യായാമം ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. അത് നമ്മൾ നടക്കുക ചെറിയ രീതിയിൽ, അതേപോലെ ഈ മസിൽ ആൻഡ് ബോൺ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയും, അതായത് ട്രെഡ്മില്ല്, അതേപോലെ ജോഗിങ്, സൈക്ലിംഗ്, ഇതൊക്കെ എല്ലുകൾക്ക് ആരോഗ്യം നല്ലതാണ്. പിന്നെ നമ്മൾ കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് പാല്, മുട്ട, അങ്ങനത്തെ, അതായത് നോൺ വെജിറ്റേറിയൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും വെജിറ്റബിൾസ്,
അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ എടുത്താൽ കാൽഷ്യത്തിൻ്റെ അളവ് നമുക്ക് ബ്ലഡിനകത്ത് എല്ലിൻ്റെ ആരോഗ്യം നമുക്ക് അത് വെച്ച് നിലനിർത്താൻ കഴിയുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ സംശയവുമായി നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവല്ലയിൽ നിന്നും നയാസ് ആണ്. നയാസ്, ഡോക്ടറോട് സംസാരിക്കാം. അതെ, നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ഞാൻ തിരുവനന്തപുരം വിളിക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് സ്ട്രോക്ക്, ഇപ്പൊ എനിക്ക് 62 വയസ്സുണ്ട്. ഒരു 20 വർഷം മുന്നേ സ്ട്രോക്ക് വന്ന ഇടതുവശം. അപ്പൊ എനിക്ക് കുറച്ച് കാലമായിട്ട് വലതുവശം ഒരു അര മുതൽ താഴോട്ട് എല്ലിനും മറ്റേ മുട്ടിനും അങ്ങനെയുള്ള ജോലിനെല്ലാം ഭയങ്കര അസഹനീയമായ വേദന. അപ്പൊ പല ഡോക്ടർമാരെ സ്ട്രോക്ക് വന്നിട്ട് എത്ര നാളായി? എത്ര നാളായെന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആയില്ല. 38 വയസ്സിൽ വന്നതായി. 22 വർഷത്തോളമായി. 22 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് നടക്കാനോ വാക്കറിന്റെ സഹായം അങ്ങനെ വെച്ച് എന്തെങ്കിലും നടക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേ ബെഡിൽ തന്നെയാണോ? നടക്കാൻ പറ്റുന്നുണ്ട്. നടക്കാൻ പറ്റുന്നു സഹായത്തോടെയാണ്? സഹായമില്ലാതെ നടക്കാൻ പറ്റുവാണോ? എങ്ങനെയാണ്? സഹായമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇടതുവശം കൈയൊന്നും വർക്ക് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ, വിരലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം ഈ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് സ്ട്രോക്കിൽ നിന്ന് ഫുള്ളി റിക്കവറി ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ സ്ട്രോക്കോ അതേപോലെ പ്രായമുള്ള ആൾക്കാർക്ക് പൊതുവെ എല്ലിനും മാംസത്തിനും ഒക്കെ ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പി എന്തെങ്കിലും അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ കണ്ട ഡോക്ടറെ ചികിത്സിച്ച ഡോക്ടർ ആരെങ്കിലും. അത് കാരണം നമുക്ക് എല്ലിന്റെയും മസിൽസിന്റെയും ആരോഗ്യം നിലനിർത്താൻ കഴിയും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എല്ലിന് ബലം വെക്കാനുള്ള മരുന്നുകൾ ഉണ്ടാവും. പിന്നെ നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള മെഡിസിൻസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും വർഷങ്ങളായ ഒരു രോഗമായതുകൊണ്ട് അത് കണ്ട് പരിശോധിച്ചിട്ടായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരു ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ഓർത്തോരെങ്കിലും കണ്ടിട്ട് അത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ലൊരു രീതി. ശരി ഡോക്ടർ. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം മരുന്ന് കൊണ്ട് മാറ്റാവുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ട്? അസ്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചികിത്സാ രീതികൾ പല തരത്തിലുണ്ട്. അതിൽ മരുന്ന് കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് അസ്ഥികളുടെ രോഗങ്ങളെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലിന്റെ ബലക്കുറവ്, ഞാൻ നേരത്തെ പറയേണ്ട ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം സപ്ലിമെന്റ്സ്, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്, പിന്നെ അതുപോലെ എല്ലിന്റെ തേയ്മാനത്തിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒത്തിരി കൊളാജനും കോൺട്രാക്റ്റിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒത്തിരി പുതിയ പുതിയ മരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. അത് കുറച്ച് നാൾ നമുക്ക് രോഗിക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ മനസ്സിലാക്കേണ്ടത് ഗുളികകൾ അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ്സ് ഒക്കെ ആദ്യ കാലങ്ങളിലായിരിക്കും അത് നന്നായിട്ട് ഒരു എഫക്റ്റീവ് ആവുക. നമ്മൾ ഏതൊരു അസുഖത്തിന്റെ ഗ്രേഡിംഗ് ആണ് ചെയ്യുന്നത്, 1 മുതൽ 4 വരെ ഗ്രേഡിംഗ്. 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തേയ്മാനം, 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജുകളിൽ എന്തായാലും എക്സസൈസും മരുന്നും കൊണ്ട് മാറാൻ പറ്റുന്നത്. ആ ഒരു സ്റ്റേജ് കൂടുന്തോറും പിന്നെ ചികിത്സാ രീതി അങ്ങനെ മാറാറുണ്ട്. ചിലപ്പോൾ അത് തന്നെ ഇഞ്ചക്ഷൻസോ സപ്പോർട്ടോ ചിലപ്പം സർജറി വരെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ഒരു രോഗിയെ പരിശോധിച്ചിട്ട് ഏത് സ്റ്റേജിലാണ് ആ രോഗിയുടെ അസുഖം അത് കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെന്റ് എന്താണ് നോക്കുന്നത്. ഏതൊരു രോഗവും ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ. പിന്നെ ഞാൻ പറയണ്ടേ നേരത്തെ നമുക്ക് എന്തോ പറഞ്ഞല്ലോ ഡോക്ടർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യൂറിക് ആസിഡ്, അതെ, യൂറിക് ആസിഡ് അതേപോലെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതെല്ലാം നമുക്ക് കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണ്. ഡോക്ടർ, നമ്മളോട് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നീലേശ്വരത്ത് നിന്നും ഗംഗാധരനാണ്. ഡോക്ടറോട് സംസാരിച്ചു. ഗംഗാധരൻ, കേൾക്കാമോ? ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടറോട് സംസാരിച്ചു. നമസ്കാരം. ഡോക്ടർ. ഹലോ ഡോക്ടർ. നമസ്കാരം, പറയൂ, കേൾക്കാം. വയസ്സ് 65. പക്ഷേ ഒരു പ്രശ്നങ്ങൾ ഒരു ആരോഗ്യ പ്രശ്നമില്ല ഡോക്ടർ. പക്ഷേ നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ഹലോ, എനിക്കൊന്ന് കട്ടായെന്ന് തോന്നുന്നു ഫോൺ. ഗംഗാധരൻ, ടി വിയിൽ ശ്രദ്ധിക്കാതിരിക്കൂ. ഡോക്ടറോട് സംസാരിക്കൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ ഡോക്ടർ.
ഹലോ ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. കാലിന് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാലിന്റെ ഒരു മുട്ടിനൊരു വേദന. എന്താ ചെയ്യേണ്ടത്? ഹലോ, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്താന്ന്. എന്താ ചെയ്യാന്ന് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ. അതിന് മുമ്പ് എന്താന്ന് പറഞ്ഞെന്ന് ക്ലിയർ ആയില്ല. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഒന്നുകൂടെ ആവർത്തിച്ചാൽ. ഡോക്ടർ, കാലുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാൽമുട്ടിന്. അല്ല, കാൽമുട്ടിന് 62 വയസ്സുണ്ടെന്നാണ് പറഞ്ഞതെന്ന്. അത് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പൊ 62 വയസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കാല് മുട്ടുവേദന വരുന്നു, അതാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ ചോദിച്ച് അറിയാനുണ്ടായിരുന്നു. അതായത് നടക്കുമ്പോഴാണോ അതേ വെറുതെ ഇരിക്കുമ്പോഴാണോ ആ വേദന ഉണ്ടാവുന്നത്, പിന്നെ എന്ത് ചെയ്യുമ്പോഴാണ് കുറയുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്നും ബാബുരാജാണ്. ബാബുരാജ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരം. എൻ്റെ പേര് ബാബുരാജ് എന്നാണ്. സാറേ, എൻ്റെ പിന്നെ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഇപ്പൊ 2 മാസം കൊണ്ട് ഉപ്പൂറ്റിക്ക് വേദനയാണ്. അത് ഇരുന്നിട്ട് എണീക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല, പിന്നെ കസേരയിൽ ഇരുന്നിട്ട് കാലെടുത്ത് അല്ലെ കട്ടിലേന്ന് എഴുന്നേറ്റിട്ട് കാലെടുത്ത് താഴോട്ട് വെക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. അത് ഇപ്പൊ 2 മാസം കൊണ്ട് പിന്നെ ഉണ്ട്. ഇപ്പൊ ഈ വേദന ഞാൻ അത് കഴിഞ്ഞ് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ഗുളികയൊക്കെ തന്നായിരുന്നു. അത് കഴിച്ച് ഒരു 2-3 ദിവസത്തേക്ക് ആ ഗുളികയുടെ ഡോസ് തീരുന്നോടം വരെ വേദന ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എഫക്റ്റ് പോകുമ്പോഴത്തേന് പിന്നെയും വേദനയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ് എനിക്ക്. ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല വേദനയാണ് എനിക്ക്. എന്താ സാറേ ചെയ്യേണ്ടത്? ഉണ്ടോ തൈറോയിഡോ യൂറിക് ആസിഡോ അങ്ങനെ ESR കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പരിശോധനയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, ഞാൻ പരിശോധിച്ചിട്ടില്ല. അപ്പൊ ആ ഡോക്ടർ എന്നോട് പിന്നെ പരിശോധിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അന്ന് ചെന്നപ്പം. പിന്നെ ഞാൻ ഈ ഗുളിക വന്നപ്പോഴത്തേക്കിന് തന്നിട്ട് അത് കഴിച്ചിട്ട് കുറവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെല്ലാനാ പറഞ്ഞത്. പക്ഷെ അത് ഇതുവരെ കുറഞ്ഞില്ല. ഇല്ല. നമുക്ക് ഈ പാദത്തിൽ വേദന വരുന്ന 2-3 കാരണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാന്റാർ ഫേഷ്യേറ്റസ് എന്ന് പറയും. അതായത് കാലിന്റെ പാദത്തിൽ ചെറിയൊരു ദശ പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ പ്രഷർ വെച്ച് നടക്കാൻ നേരത്ത് ആ വേദന ഉണ്ടാവുന്നത് ഒരു 90% ആൾക്കാർക്ക് അതാണ് സാധാരണ ഒരു കാരണം വരുന്നത്. പിന്നെ മറ്റ് കാരണങ്ങൾ ഒന്ന് യൂറിക് ആസിഡ് കൂടുതൽ ആവുക, അല്ലെങ്കിൽ തൈറോയിഡോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ചിലപ്പോൾ അങ്ങനെ വരാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിന് സാധാരണ ആദ്യത്തെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് പറയുന്നത്, നമുക്ക് ഒരു കാലിൽ നമുക്ക് സോഫ്റ്റ് വീട്ടിന്റെ അകത്തും പുറത്തും വേറെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് ആദ്യമേ ഫുട്വെയർ മോഡിഫിക്കേഷൻ എന്ന് പറയും. ആ ഒരു പ്രഷർ വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് വേദന വരുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ അത് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. ഒരു പാദം ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് നീട്ടുക. അത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഒരു മരുന്നിന്റെ ആവശ്യം വരിക. ഒരു 90% നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റസ് എന്ന് പറഞ്ഞ ഒരു രോഗമായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് വീട്ടിനകത്തും പുറത്തും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് ഇടുക. ഈ പറഞ്ഞ കൂടെ കുറച്ചൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് മരുന്ന് ചെയ്യും മുമ്പ് നമുക്ക് ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ എന്ത് ഇപ്പം മിക്കവാറും പെയിൻ കില്ലേഴ്സ് ആണോ അത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആദ്യം ഈ 2 കാര്യം ചെയ്തിട്ട് കുറവാണെങ്കിൽ കുഴപ്പമില്ല. ഹലോ, എന്തോ പറയണ്ടായി. എക്സ്റേ എടുക്കേണ്ടി വരുമോ? ഹലോ, ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടു. അത് എക്സ്റേ എടുക്കേണ്ടി വരുമോ? ഡോക്ടർ, എക്സ്റേ എടുക്കേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. അല്ലോ, ക്ലിയർ ആയില്ല. എന്താ ചെയ്യേണ്ടി വരുമോ? എക്സ്റേ എടുക്കേണ്ടി വരുമോ എന്നതാണ് ചോദിക്കുന്നത്. എക്സ്റേ അല്ല, കട്ടാവുന്നുണ്ട്. എന്ത് എനിക്കിപ്പോഴും ക്ലിയർ ആയില്ല. എന്ത് ചെയ്യേണ്ടി വരുമെന്ന്?
ഡോക്ടർ, ഈ ഒരു പ്രശ്നത്തിൽ എക്സ്റേ എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ആ പ്രേക്ഷകർ എക്സ്റേ ചോദിക്കുന്നത്. എടുക്കേണ്ടി, അതെ അതെ അതെ, എക്സ്റേ എടുത്താൽ നമുക്ക് ആ ദശ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്റേക്കകത്ത് കാണാൻ പറ്റും. അത് എക്സ്റേയും പിന്നെ എക്സ്റേ അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പരിശോധന കൊണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയായിരിക്കും. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കും നമുക്കൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരിക? എങ്ങനെയായിരിക്കും ആ ശസ്ത്രക്രിയ? നമ്മളിപ്പോൾ ശസ്ത്രക്രിയ കൂടുതലും പറയുന്നത് ഇപ്പം മുട്ട് തേയ്മാനം ഒത്തിരി കൂടിപ്പോയ ആൾക്കാർക്ക് നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും. അതായത് നമുക്ക് ആ തേഞ്ഞ പോയ ഭാഗം അത് മാറ്റി അവിടോട്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഇംപ്ലാന്റ് വയ്ക്കും. എന്നിട്ട് പഴയ ഫങ്ഷൻ ഏകദേശം മുഴുവനായിട്ടും നമുക്ക് കിട്ടും. രണ്ടാമത്തെ പറയുന്നത് നമുക്ക് കീഹോൾ സർജറി. കീഹോൾ സർജറി കൂടുതലും പറയുന്നത് നമ്മൾ കാൽമുട്ടിന്റെ പാടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് വരിക, അതേപോലെ ലിഗമെന്റ് ഇഞ്ചറി, അതുപോലെ തോളിനകത്തുള്ള തോല് തെന്നിപ്പോയിട്ട് അതിന്റെ പാടയ്ക്ക് വന്ന പരിക്കുകൾ, തോള് പൊക്കാൻ കഴിയാതെ അതിലെ പേശികൾക്ക് വരുന്ന ഡാമേജ്, അതിനെല്ലാം നമുക്ക് കീഹോൾ സർജറി വഴിയായി. ഇതെല്ലാം നമ്മൾ ആദ്യമേ ഒരു കോഴ്സ് മരുന്നും ഫിസിയോതെറാപ്പിയും ചെയ്ത് കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ശസ്ത്രക്രിയ പറയുന്നത്. ഞാൻ നേരത്തെ പറയുണ്ടായി, ഏറൊരു രോഗവും നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ വേറെ മറ്റ് കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈ സർജറി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, ഈ അസ്ഥിരോഗങ്ങൾ തന്നെ പല തരമുണ്ട്. ഈ ആ പല രോഗങ്ങൾക്കും പലതരത്തിലാണോ ശസ്ത്രക്രിയാ രീതികൾ? അതെ, നമുക്ക് ഞാൻ പറയാം, സ്പോർട്സ് ഇഞ്ചുറി ആകുമ്പോൾ കൂടുതലും നമ്മൾ ഒരു കീഹോൾ രീതിയിലുള്ള സർജറിയാണ് കൂടുതലും പറയാം. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഒക്കെ വരുവാണെങ്കിൽ അതിനിപ്പം ചെറിയ കീഹോൾ, ഇപ്പം എല്ലാം പുതിയ പുതിയ ഒത്തിരി ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആർട്രോസ്കോപ്പ് വഴിയെ, അതേപോലെ റോബോട്ടിക് സർജറി, അങ്ങനെ ഓരോ വിഭാഗത്തിലും അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. കൂടുതലും നമ്മൾ സർജറി പറയുന്നത് ഒന്നി നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ഉള്ളപ്പോഴത്തേക്ക് ലിഗ്മെന്റ് അല്ലെങ്കിൽ പാടയ്ക്ക് ഇഞ്ചുറി വരുമ്പോഴോ, അല്ലെങ്കിൽ ഇടുപ്പിന്റെയോ മുട്ടിന്റെയോ തോളിന്റെയോ കാൽക്കുഴയുടെയോ തേയ്മാനം വരുമ്പോൾ അതിന് റീപ്ലേസ്മെന്റ്. അതാരും പോരാഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫ്രാക്ചേഴ്സോ, അതായത് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ മറ്റു ചികിത്സാ രീതികളുണ്ട്, ചേരില്ല എന്ന് ഉറപ്പുള്ള ഫ്രാക്ചേഴ്സ്, ഇടുപ്പിന്റെ ബോളിന്റെ ഫ്രാക്ചേഴ്സ്, അങ്ങനത്തെ ഫ്രാക്ചേഴ്സ് ഒക്കെ നമ്മൾ സർജറിയാണ്, ഓപ്പറേഷനാണ് കൂടുതലും പറയാം. ഡോക്ടർ, ഈ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? അതുപോലെ തന്നെയാണ് ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി രീതി എങ്ങനെയാണ്? മുട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ധിയുടെ പൂർണ്ണമായിട്ടുള്ള ഡാമേജ് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ മുട്ട് മാറ്റിവെക്കൽ അല്ലെങ്കിൽ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. നമ്മൾ ആ തേഞ്ഞു പോയ ഭാഗം നമ്മൾ അതിന്റെ ഒരു 2 മില്ലിമീറ്ററോളം നമ്മൾ റീസർഫസിംഗ് എന്ന് പറയും. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിങ്ങനെ ആ മുട്ടൊക്കെ ഫുള്ളി കട്ട് ചെയ്ത് മാറ്റിവെക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു തേഞ്ഞു പോയ പോർഷൻ മാത്രം ഒരു 2 മില്ലിമീറ്റർ രണ്ട് സൈഡിൽ നിന്ന് അത് ഷേപ്പ് ചെയ്തെടുത്ത് അതിന്റെ പകരം നമ്മൾ മെറ്റാലിക് സാധനമാണ് വെക്കുന്നത്. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജിക്കൽ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ, ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ വാക്കറിന്റെ സഹായത്തോടെ നടക്കാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ മറ്റ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ രോഗികൾക്ക് നടക്കാനോ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ശസ്ത്രക്രിയകളിൽ നിന്ന് എത്രത്തോളം വിജയിക്കുന്നു ഡോക്ടർ? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സർജറി പറയുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കും, അതേപോലെ നല്ല രീതിയിൽ ഒരു മുട്ട് തേയ്മാനം, അതായത് അയാളെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പറയുന്നത്. അത് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 90-95% ആൾക്കാരിലും അത് സക്സസ് ആണ്. ഒരു 4-5% ആൾക്കാരും മറ്റ് രീതികൾ, അതായത് ഡയബറ്റീസോ മറ്റ് ബ്രെയിൻ ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ആയിരിക്കും ചെറിയൊരു പെയിനോ നടക്കാനോ ഒരു പ്രയാസം സാധാരണ രീതിയിൽ പറയാറ്. അല്ല മറ്റു കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ തന്നെയാണ് സർജറി. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷമുള്ള നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കോംപ്ലിക്കേഷൻസ്? ഏതൊരു ശസ്ത്രക്രിയ പോലെ തന്നെയാണ് ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ അല്ലെങ്കിൽ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വരുന്നത്. സാധാരണഗതിയിൽ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ലോസോ, അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഒരു 10,000-ലോ 20,000-ലോ ഒരാൾക്ക് വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് സാധാരണ ഒരു ഔട്ട്കമ്മിനെ ഒരിക്കലും അത് ബാധിക്കാറില്ല. അഥവാ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ രീതിയിലുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് തരേണ്ട ഫിസിയോതെറാപ്പി. പലപ്പോഴും
എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ ഇത്രയും നാള് മുട്ടിന് തേയ്മാനം കാരണം മസിൽസിനും എല്ലിനും ഒക്കെ ബലക്കുറവുണ്ടാവും. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഫിസിയോതെറാപ്പി വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പലരും അതിലാണ് മിസ് ഔട്ട് ആവുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ചിലപ്പോൾ ഒരു റിക്കവറിക്കൊക്കെ കുറച്ച് താമസം വരുന്നത്. ഈ സർജറി പോലെ തന്നെയാണ് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഫിസിയോയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക. ശരി ഡോക്ടർ. ഹലോ ഡോക്ടർ, ഇവിടെ പൂർണ്ണമാകാൻ സമയമായിരിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അസ്ഥിരോഗങ്ങൾക്ക് നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഡോക്ടർ മറുപടി നൽകിയിരിക്കുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ആർ റിജുവാണ്. ഡോക്ടർ നന്ദിയുണ്ട്. ഹലോ ഡോക്ടർ, ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.